എന്താണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് അല്ലെങ്കിൽ ഡിജിറ്റൽ മാർക്കറ്റിംഗിന്റെ ഒരു സാധ്യത എന്ന്? നമ്മളൊക്കെ ഡിജിറ്റൽ മാർക്കറ്റിംഗിലേക്ക് മാറേണ്ടതുണ്ട്. എല്ലാ എന്റർപ്രണേഴ്സും ഡിജിറ്റൽ മാർക്കറ്റിംഗിലേക്ക് മാറേണ്ടതുണ്ട്. ബിസിനസ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ചെയ്യേണ്ടതുണ്ട്. പക്ഷെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്താണ് എന്ന് കൃത്യമായി നമ്മൾ മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്ക് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ചെയ്യാൻ കഴിയൂ. ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിക്കണം എന്നെല്ലാവരും കേട്ടിട്ടുണ്ട്. അപ്പൊ എല്ലാവരും ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിക്കാനുള്ള ഓട്ടത്തിലാണ്, അല്ലെങ്കിൽ എല്ലാവരും ഡിജിറ്റൽ മാർക്കറ്റിംഗ് ചെയ്യാനുള്ള ഓട്ടത്തിലാണ്. ഒത്തിരി പേർ ഡിജിറ്റൽ മാർക്കറ്റിംഗ് സ്വന്തമായി പഠിക്കാൻ വേണ്ടി തയ്യാറാവുന്നു. മറ്റൊരു വിഭാഗം എന്ന് പറയുന്നത് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ബിസിനസ്സിൽ ചെയ്യാൻ വേണ്ടി എന്താണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് മനസ്സിലാക്കി ഡിജിറ്റൽ മാർക്കറ്റിംഗ് ചെയ്യാൻ വേണ്ടി തയ്യാറാവുന്നു. ഇന്നത്തെ ഒരു നമ്മുടെ ഒരു എന്റർപ്രണോറിയൽ അല്ലെങ്കിൽ എന്റർപ്രണർ വിഭാഗത്തെ, സംരംഭകരെ അല്ലെങ്കിൽ ബിസിനസ്സുകാരെ നോക്കിയാൽ ഈ രണ്ട് തരത്തില് ഡിജിറ്റൽ മാർക്കറ്റിങ്ങിനെ സമീപിക്കുന്നവരെ നമുക്ക് കാണാൻ വേണ്ടി കഴിയും. ഡിജിറ്റൽ മാർക്കറ്റിങ്ങിനെ കുറിച്ച് അറിയാത്തവരോ അല്ലെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് വേണ്ട എന്ന് ചിന്തിക്കുന്നവരോ ആരുമായിട്ടുണ്ടാവില്ല. എല്ലാവർക്കും ഡിജിറ്റൽ മാർക്കറ്റിങ്ങിനെ കുറിച്ച് അറിയാം. ഒരാ വിഭാഗം എന്ന് പറയുന്നത് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ചെയ്യാൻ വേണ്ടി, തങ്ങളുടെ ബിസിനസ്സിന് ആവശ്യമായ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ചെയ്യാൻ വേണ്ടി മറ്റു പലരെയും, മറ്റ് ഏജൻസികളെ അല്ലെങ്കിൽ മറ്റു പലരെയും ഹയർ ചെയ്യുന്നു, അല്ലെങ്കിൽ അവരെ ഏൽപ്പിക്കുന്നു. അവരെ സംബന്ധിച്ചിടത്തോളം ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്താണെന്ന് കൃത്യമായി അറിയുന്നില്ല, അല്ലെങ്കിൽ അതിനുള്ള സമയമില്ല. നമ്മളൊരു പേയ്മെന്റ് കൊടുക്കുന്നു, അതിനനുസരിച്ച് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഏജൻസി അല്ലെങ്കിൽ നമ്മൾ ചുമതലപ്പെടുത്തിയിട്ടുള്ള ആളുകൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് നമുക്ക് ചെയ്തു തരും. രണ്ടാമത്തെ വിഭാഗം എന്ന് പറയുന്നത് ഡിജിറ്റൽ മാർക്കറ്റിങ്ങിന് വേണ്ടി ഇങ്ങനെ ഒരു ഏജൻസിയെ വെക്കാനോ ആളെ അസൈൻ ചെയ്യാനോ ഒന്നും നമുക്ക് സമയമോ സൗകര്യമോ പണമോ ഇല്ലാത്തത് കൊണ്ടാവാം നമ്മൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിക്കാൻ വേണ്ടി തയ്യാറാണ്, അല്ലെങ്കിൽ പഠിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു. പക്ഷേ ഇങ്ങനെ ശ്രമിക്കുന്ന രണ്ട് വിഭാഗം, ഇതിൽ എത്ര പേർ ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്നത് വളരെ സീരിയസ് ആയിട്ട് അപ്രോച്ച് ചെയ്യുന്നു, സീരിയസ് ആയിട്ട് പഠിക്കാൻ വേണ്ടി തയ്യാറാവും? എന്താണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് കൃത്യമായി മനസ്സിലാക്കുക. സോ ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് നമ്മുടെ പ്രൊഡക്ട്സിനെ അല്ലെങ്കിൽ നമ്മുടെ സർവീസസിനെ അല്ലെങ്കിൽ നമ്മുടെ പേഴ്സണൽ ബ്രാൻഡിനെ ഓൺലൈൻ പ്ലാറ്റ്ഫോമുകൾക്കകത്ത് പ്രൊമോട്ട് ചെയ്യുന്ന പ്രോസസ്. നമുക്ക് ഓൺലൈൻ പ്ലാറ്റ്ഫോമുകൾ, നമ്മൾക്ക് രണ്ട് സ്ഥലത്ത് ഓൺലൈൻ പ്ലാറ്റ്ഫോമുകൾക്കകത്തും ഓഫ്ലൈൻ പ്ലാറ്റ്ഫോമുകൾക്കകത്തും നമ്മുടെ ബിസിനസ്സിനെ പ്രൊമോട്ട് ചെയ്യും. ഓഫ്ലൈൻ പ്ലാറ്റ്ഫോമുകൾക്കകത്ത് എന്ന് പറയുമ്പോൾ നമ്മൾ ട്രഡീഷണൽ മാർക്കറ്റിംഗ് മെത്തേഡുകളാണ് നമ്മൾ സാധാരണഗതിയിൽ ഉപയോഗിക്കാറുള്ളത്. അതിനകത്ത് പോസ്റ്റർ വെക്കുന്നതും നോട്ടീസ് വെക്കുന്നതും ബോർഡ് വെക്കുന്നതും എന്ന് വെക്കേണ്ട അങ്ങനെയുള്ള പ്രിന്റ് ആഡ് അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ അതിനകത്ത് വരുന്നു. പക്ഷെ ഓൺലൈൻ എന്ന് പറയുന്ന ഇന്റർനെറ്റിന്റെ സാധ്യതകൾ ഉപയോഗിച്ച് ഓൺലൈനായിട്ട് നമ്മളുടെ പ്രൊഡക്റ്റിനെ അല്ലെങ്കിൽ ബ്രാൻഡിനെ, നമ്മളുടെ സർവീസിനെയൊക്കെ പ്രൊമോട്ട് ചെയ്യാൻ, അതും എങ്ങനെ? നമുക്ക് സോഷ്യൽ മീഡിയയിലൂടെ പ്രൊമോട്ട് ചെയ്യാൻ, സെർച്ച് എഞ്ചിൻ, വെബ്സൈറ്റിനകത്തൂടെ സെർച്ച് എഞ്ചിനിലൂടെ വെബ്സൈറ്റ് ത്രൂ പ്രൊമോട്ട് ചെയ്യാൻ കഴിയും, ഇമെയിലിലൂടെ പ്രൊമോട്ട് ചെയ്യും. അപ്പൊ ഇത്തരം സെർച്ച് എഞ്ചിനോ വെബ്സൈറ്റോ ഇമെയിലോ സോഷ്യൽ മീഡിയയോ പോലെയുള്ള ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിലൂടെ നമ്മുടെ പ്രൊഡക്റ്റിനെ അല്ലെങ്കിൽ സർവീസിനെ പ്രൊമോട്ട് ചെയ്യുന്നതാണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ്. സാധാരണഗതിയിൽ ട്രഡീഷണൽ മാർക്കറ്റിംഗുമായി ബന്ധപ്പെട്ട്, അല്ലെങ്കിൽ ട്രഡീഷണൽ മാർക്കറ്റിംഗും ഡിജിറ്റൽ മാർക്കറ്റിംഗും തമ്മിലുള്ള ഒരു പ്രധാനപ്പെട്ട വ്യത്യാസം എന്ന് പറയുന്നത്, ട്രഡീഷണൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് പ്രിന്റിംഗ് അഡ്വർടൈസ്മെന്റുകൾ ഉണ്ടാവും, TV, അതുപോലെ വേർഡ് ഓഫ് മൗത്ത്, ആളുകൾ സംസാരിച്ചിട്ടുള്ള അഡ്വർടൈസിങ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഹോർഡിങ്ങുകൾ, വലിയ ബിൽ ബോർഡുകൾ, സൈനേജുകൾ, അങ്ങനെയുള്ള പലതരത്തിലുള്ള അഡ്വർടൈസ്മെന്റ് മാർക്കറ്റിംഗ് രീതികളുണ്ട് ഒരു ബിസിനസ്സിന്. അതിൽ നിന്ന് വ്യത്യസ്തമായി ഡിജിറ്റൽ മാർക്കറ്റിങ്ങിന്റെ ഒരു സവിശേഷത എന്ന് പറയുന്നത് അത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെയും ഓട്ടോമേഷന്റെയും ഒക്കെ സാധ്യതകളെ ഉപയോഗപ്പെടുത്തുന്നുണ്ട്. അതുപോലെ തന്നെ കൃത്യമായ ഒരു ഡാറ്റ ഡ്രിവൺ സ്ട്രാറ്റജിയാണ് ഡിജിറ്റൽ മാർക്കറ്റിങ്ങിനകത്ത് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് കൃത്യമായ പൊട്ടൻഷ്യൽ കസ്റ്റമേഴ്സിനെ നമുക്ക് മീറ്റ് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ എൻഗേജ് ചെയ്യാൻ വേണ്ടി കഴിയുന്നുണ്ട്. ഇത് മനസ്സിലാക്കിയാൽ മാത്രമാണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഇത് ഞാൻ ഇങ്ങനെ പറയാൻ കാരണം, പലപ്പോഴും ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്നത് ഡിജിറ്റൽ കമ്മ്യൂണിക്കേഷൻ മാത്രമാണ് എന്ന് തെറ്റിദ്ധരിക്കുന്ന വലിയൊരു വിഭാഗമുണ്ട്. ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് ഫേസ്ബുക്കിലോ സോഷ്യൽ മീഡിയയിലോ കുറെ പോസ്റ്റർ ഇടുന്നത്, ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങി അതിനകത്ത് കുറെ വീഡിയോസ് കൊടുക്കുന്നത്, അല്ലെങ്കിൽ ഒരു വെബ്സൈറ്റ് ഉണ്ടായിരിക്കുന്നത്, ഇത് മാത്രമാണ്, അല്ലെങ്കിൽ വാട്സപ്പിൽ സ്റ്റാറ്റസ് അപ്ഡേറ്റ് ചെയ്യുന്നത്, ഇതാണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് ധരിക്കുന്നവരുണ്ട്.
പക്ഷെ അത് ഡിജിറ്റൽ കമ്മ്യൂണിക്കേഷൻ. ഡിജിറ്റൽ കമ്മ്യൂണിക്കേഷനെ ഡിജിറ്റൽ മാർക്കറ്റിങ്ങുമായി വ്യത്യസ്തമാക്കുന്നത് എന്താണ്? മാർക്കറ്റിംഗ് എന്ന വേർഡ് തന്നെയാണ് എന്ന് ലളിതമായി പറയാം. പക്ഷെ മാർക്കറ്റിംഗ് എന്നൊരു വാക്ക്, ഒരു വേർഡ്, അതിന്റെ അർത്ഥത്തിൽ എങ്ങനെയാണ് നമ്മൾ ഉൾക്കൊള്ളുന്നത്, എങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്? അങ്ങനെ ആകുമ്പോൾ മാത്രമാണ് നമ്മൾ ഡിജിറ്റൽ മാർക്കറ്റിങ്ങിന്റെ ഏത് പ്രോസസ്സും നമുക്ക് വളരെ സ്ട്രാറ്റജിക്കലായിട്ട് ചെയ്യാൻ വേണ്ടി കഴിയുന്നത്, റിസൾട്ട് ഓറിയന്റഡ് ആയിട്ട് മാറാൻ വേണ്ടി കഴിയുന്നത്. അപ്പൊ നമ്മളൊരു ചെറിയ ബിസിനസ് ഓണേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്തുകൊണ്ട് നമ്മളായിരിക്കും? നമ്മൾ മൈക്രോ എന്റർപ്രണേഴ്സിനെയാണ് അഡ്രസ് ചെയ്യുന്നത്. എന്തുകൊണ്ട് മൈക്രോ എന്റർപ്രണേഴ്സ് ഡിജിറ്റൽ മാർക്കറ്റിംഗിലേക്ക് വരണം? അല്ലെങ്കിൽ എന്തുകൊണ്ട് സ്മോൾ ബിസിനസ് ഓണേഴ്സ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിക്കണം, അല്ലെങ്കിൽ അത് ചെയ്ത് ഇംപ്ലിമെന്റ് ചെയ്ത് പോകണം? എന്തുകൊണ്ടാണ്? ഏറ്റവും കുറഞ്ഞ രൂപത്തിൽ നിങ്ങൾക്ക് ലീഡ് ജനറേറ്റ് ചെയ്യാൻ കഴിയാവുന്ന വളരെ കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു മെത്തേഡാണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ്. നമ്മളുടെ ബ്രാൻഡിന്റെ വിസിബിലിറ്റി ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടി കഴിയും. നമുക്ക് നമ്മളുടെ വലിയ ബിസിനസ്സുകാരുമായിട്ട് അല്ലെങ്കിൽ കോർപ്പറേറ്റ് ബിസിനസ്സുകാരുമായിട്ട് പോലും, ആ രൂപത്തിലുള്ള വലിയ ബിസിനസ് ഗ്രൂപ്പുകളുമായി പോലും നമുക്ക് നല്ല രൂപത്തിൽ കോമ്പീറ്റ് ചെയ്യാൻ വേണ്ടി കഴിയും, അതും വളരെ ചെറിയ ഒരു ബഡ്ജറ്റിനകത്ത്. ഒരു ട്രഡീഷണൽ മീഡിയക്കകത്ത് അല്ലെങ്കിൽ ഒരു ട്രഡീഷണൽ അഡ്വർടൈസ്മെന്റ് അകത്ത് ഒരു TV ആഡോ ഒരു ന്യൂസ് പേപ്പർ ആഡോ ചെയ്യണമെങ്കിൽ, അല്ലെങ്കിൽ വലിയൊരു ഹോർഡിംഗ് 1 വർഷത്തേക്കോ 2 വർഷത്തേക്കോ നിങ്ങൾക്ക് മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ വരുന്ന കോസ്റ്റിനെ കണക്ക് കൂട്ടുമ്പോൾ വളരെ നിസ്സാരമായ തുകയ്ക്ക് നമുക്ക് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ചെയ്യാൻ വേണ്ടി. പക്ഷെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്താണ് എന്ന് കൃത്യമായിട്ട് പഠിക്കുക എന്നുള്ളത് പ്രധാനമാണ്. ഇപ്പൊ ഇവിടെ പോകുമ്പോൾ നമുക്ക് ആദ്യമായി ഡിജിറ്റൽ മാർക്കറ്റിംഗിന്റെ ഒരു ഡെഫിനിഷൻ. എന്താണ് ഡിജിറ്റൽ മാർക്കറ്റിംഗിന്റെ ഒരു ഡെഫിനിഷൻ? ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്നത് ഡിജിറ്റൽ ചാനൽസിന്റെ ഉപയോഗമാണ് എന്നറിയാം. ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്നത് യൂസ് ഓഫ് ഡിജിറ്റൽ ചാനൽസ്, പ്ലാറ്റ്ഫോംസ് ആൻഡ് ടെക്നോളജീസ്. ഡിജിറ്റൽ മാർക്കറ്റിംഗ് റെഫേഴ്സ് ദ യൂസ് ഓഫ് ഡിജിറ്റൽ ചാനൽസ്, പ്ലാറ്റ്ഫോംസ് ആൻഡ് ടെക്നോളജി. ഡിജിറ്റൽ ചാനലുകളെ, ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളെ, അതുപോലെ ടെക്നോളജിയെ ഉപയോഗപ്പെടുത്തുന്നതാണ് ഒന്ന് ഡിജിറ്റൽ മാർക്കറ്റിംഗ്. അത് എന്തിനാണ് ചെയ്യുന്നത്? ടു പ്രൊമോട്ട് പ്രൊഡക്റ്റ്, സർവീസ് ഓർ ബ്രാൻഡ്സ് ടു എ ടാർഗറ്റഡ് ഓഡിയൻസ്. അതായത് ഒരു ടാർഗറ്റഡ് ഓഡിയൻസിലേക്ക് നമ്മളുടെ സർവീസിനെ, പ്രൊഡക്റ്റിനെ, ബ്രാൻഡിനെ പ്രൊമോട്ട് ചെയ്യാനാണ്. നേരത്തെ ട്രഡീഷണൽ മാർക്കറ്റിംഗുമായി ഇവിടെയുള്ള പ്രധാനപ്പെട്ട വ്യത്യാസവും അതാണ്. ഇവിടെ നമുക്ക് ടാർഗറ്റഡ് ഓഡിയൻസിലേക്ക് നമ്മുടെ ബ്രാൻഡിനെ അല്ലെങ്കിൽ നമ്മുടെ പ്രൊഡക്റ്റിനെ, സർവീസിനെ ഡിജിറ്റൽ ചാനലുകൾ ഉപയോഗിച്ച്, ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകൾ ഉപയോഗിച്ച്, ടെക്നോളജി ഉപയോഗിച്ച് നമുക്ക് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി കഴിയും. ഒത്തിരി സ്ട്രാറ്റജീസ് ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ്, ഡിജിറ്റൽ മാർക്കറ്റിംഗ് നമ്മളൊരു പ്രധാനപ്പെട്ട സ്ട്രാറ്റജിയാണ്. സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ ഈ ടാർഗറ്റഡ് ഓഡിയൻസിലേക്ക് എത്തുകയാണ്. സെർച്ച് എഞ്ചിൻ ഒപ്റ്റിമൈസേഷൻ അഥവാ SEO. ഗൂഗിൾ സെർച്ചിനകത്ത് നമ്മളുടെ സ്ഥാപനത്തെ ഏറ്റവും മുകളിലേക്ക് എത്തിക്കുന്ന ഒരു പ്രോസസ്സ്. ഇമെയിൽ മാർക്കറ്റിംഗ്, ഇമെയിലുകൾ കൊണ്ട് കണ്ടന്റ് മാർക്കറ്റിംഗ്, നല്ല വാല്യൂ നമ്മളുടെ ബിസിനസ്സുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ നമ്മുടെ ഏരിയയുമായി ബന്ധപ്പെട്ടുള്ള കണ്ടന്റ്, വാല്യൂബിൾ കണ്ടന്റ് മാർക്കറ്റിലേക്ക് പ്രൊവൈഡ് ചെയ്തുകൊണ്ട് വളരെ ഓർഗാനിക്കായി ആ കണ്ടന്റിലൂടെ നമ്മുടെ ഓഡിയൻസുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് അവിടെ നിന്ന് നമ്മുടെ കസ്റ്റമേഴ്സിനെ നമ്മളിലേക്ക് കണക്ട് ചെയ്യുന്നു. പേപ്പർ ക്ലിക്ക്, അതായത് നമ്മൾ ഗൂഗിൾ ആഡ്സ് ചെയ്യുന്ന സമയത്ത് പേപ്പർ ക്ലിക്കാണ്, ഓരോ ക്ലിക്കിന് പേയ്മെന്റ് കൊടുക്കുന്ന ഗൂഗിൾ ആഡ്സ്. അങ്ങനെയുള്ള ഡിഫറൻ്റ് ആയിട്ടുള്ള സ്ട്രാറ്റജികളാണ് ഡിജിറ്റൽ മാർക്കറ്റിംഗിൽ നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പൊ നമ്മുടെ ബിസിനസ്സിന് അനുയോജ്യമായ ഏത് സ്ട്രാറ്റജീസ് എപ്പോൾ എങ്ങനെ ഉപയോഗിക്കണം എന്നുള്ള നിലക്ക് ഒരു ബിസിനസ് ഓണർ എന്നുള്ള നിലക്ക് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. നേരത്തെ നമ്മളൊരു ബിസിനസ് ഓണർ എന്നുള്ള നിലക്ക് നമ്മളുടെ ബിസിനസിന്റെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് മറ്റൊരാളെ ഏൽപ്പിക്കുമ്പോൾ നമ്മൾ ഒന്നും അറിയാതെ മാറി നിൽക്കുകയാണെങ്കിൽ, അതല്ലെങ്കിൽ ഡിജിറ്റൽ മാർക്കറ്റിംഗ് നമ്മൾ തന്നെ ചെയ്യുകയാണ്, നമ്മൾ അതിനെക്കുറിച്ച് കൃത്യമായി മനസ്സിലാക്കാതെയാണ് ചെയ്യുന്നതെങ്കിൽ ഏത് സ്ട്രാറ്റജി എവിടെ ഉപയോഗിക്കണം, ഏത് പ്ലാറ്റ്ഫോം എങ്ങനെ ഉപയോഗിക്കണം, എങ്ങനെ ടാർഗറ്റ് ഓഡിയൻസുമായി കണക്ട് ചെയ്യണം എന്നത് മനസ്സിലാവാതെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ചെയ്യുന്നത് കൊണ്ട്, അല്ലെ ഡിജിറ്റൽ മാർക്കറ്റിങ്ങിനെ അപ്രോച്ച് ചെയ്യുന്നത് കൊണ്ടാണ് പലപ്പോഴും ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്നത് നമുക്കൊരു പ്രയാസകരമായ കാര്യമായി മാറുന്നത്, അല്ലെങ്കിൽ ചിലപ്പോഴെങ്കിലും നമുക്ക് ഒരു പണം നഷ്ടപ്പെടുന്ന, സമയം നഷ്ടപ്പെടുന്ന, റിസൾട്ട് കിട്ടാത്ത ഒന്നായി മാറുന്നത്. ട്രഡീഷണൽ മാർക്കറ്റിംഗിൽ നിന്ന് വ്യത്യസ്തമായി
ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് നമ്മളുടെ കസ്റ്റമേഴ്സുമായി നമുക്ക് ഡയറക്റ്റ് ആയിട്ട് എൻഗേജ് ചെയ്യാനുള്ള ഒരു സാധ്യത ബിസിനസ്സുകൾക്ക് തുറന്നു നൽകുന്നുണ്ട്. അതും റിയൽ ടൈം. ഒരു ട്രഡീഷണൽ മാർക്കറ്റിങ്ങിനകത്ത് ട്രഡീഷണൽ അഡ്വർടൈസ്മെന്റിന്റെ ഏത് വേ ഉപയോഗിച്ചാലും അവിടെ നമുക്ക് പരിമിതമാണ്. ഒരു TV അഡ്വർടൈസ്മെന്റ് കൊടുക്കുന്ന സമയത്ത് ആ TV അഡ്വർടൈസ്മെന്റിലൂടെ അത് കാണുന്ന ആളുകളുമായി നമുക്ക് എൻഗേജ് ചെയ്യാൻ കഴിയില്ല, അല്ലെങ്കിൽ ആ എൻഗേജ്മെന്റ് എന്ന് പറയുന്നത് വളരെ പരിമിതമാണ്. ഒരു ന്യൂസ് പേപ്പർ അഡ്വർടൈസ്മെന്റിനകത്ത് ഒരു ബിൽ ബോർഡ്, അതായത് ഹോർഡിങ്ങുകൾ ഉപയോഗിക്കട്ടെ. പക്ഷെ ഡിജിറ്റൽ മാർക്കറ്റിങ്ങിനകത്തൂടെ നമ്മളൊരു സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് ആവട്ടെ, അതുപോലെ ഗൂഗിൾ ആഡ്സ് ആവട്ടെ, നിങ്ങൾ ഏത് സ്ട്രാറ്റജി ഉപയോഗിച്ചാലും ആ സ്ട്രാറ്റജിയിൽ നിന്ന് നിങ്ങളുമായി എൻഗേജ് ചെയ്യുന്ന കസ്റ്റമറെ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് എൻഗേജ് ചെയ്യാൻ കഴിയും. അതുപോലെ തന്നെ അവരുടെ ആ ട്രാക്ക് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയും. ഏത് കസ്റ്റമറാണ് എൻഗേജ് ചെയ്തത്, അവർ ഏത് മേഖലയിൽ നിന്ന്, അവരുടെ ബിഹേവിയർ എന്താണ്, അവരുടെ സെക്സ് എന്താണ്, അവരുടെ ലാംഗ്വേജ് എന്താണ്, അവരുടെ റീജിയൻ എന്താണ്, അവരുടെ ഏജ് എന്താണ്, അവരുടെ നീഡ്സ് എന്താണ്. ഇങ്ങനെ ഈ ഡാറ്റ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നമുക്ക് കൃത്യമായി നമ്മളുടെ മാർക്കറ്റിങ്ങിന്റെ ഒരു എഫക്റ്റീവ്നെസ് അനലൈസ് ചെയ്യാനും കഴിയുന്നു എന്നുള്ളതാണ്. സോ ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്നത് സ്വാഭാവികമായും ഒരു ഡിജിറ്റൽ കമ്മ്യൂണിക്കേഷൻ അല്ലെന്ന്, അതായത് ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകൾ ഉപയോഗിച്ച്, ഡിജിറ്റൽ ചാനലുകൾ ഉപയോഗിച്ച്, ഡിജിറ്റൽ ടെക്നോളജി ഉപയോഗിച്ച് നമ്മുടെ പ്രൊഡക്റ്റിനെയും സർവീസിനെയും നമ്മുടെ ടാർഗറ്റഡ് ഓഡിയൻസിലേക്ക് എത്തിക്കുക. അങ്ങനെ എത്തിക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന ഡിഫറൻ്റ് ആയിട്ടുള്ള സ്ട്രാറ്റജികളാണ് സോഷ്യൽ മീഡിയ മാർക്കറ്റിങ്ങും സെർച്ച് എഞ്ചിൻ ഒപ്റ്റിമൈസേഷൻ എക്സ്ട്രാ അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ. അവിടെ നമ്മുടെ കസ്റ്റമേഴ്സുമായി കൃത്യമായി അതിലൂടെ എൻഗേജ് ചെയ്തുകൊണ്ടാണ് നമ്മൾ കൃത്യമായി ഡാറ്റ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ചെയ്യുന്നത്. അപ്പൊ ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്നുള്ള അർത്ഥത്തിൽ ഡിജിറ്റൽ മാർക്കറ്റിങ്ങിനെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആണെന്നും ഇതൊരു മാർക്കറ്റിംഗ് ആക്ടിവിറ്റി ആണെന്നും ഇത് കേവലമായ കമ്മ്യൂണിക്കേഷന്റെ പുറത്താണ് ഡിജിറ്റൽ മാർക്കറ്റിങ്ങിനെ പ്ലേസ് ചെയ്യപ്പെടുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ആ അർത്ഥത്തിൽ ഡിജിറ്റൽ മാർക്കറ്റിങ്ങിനെ അപ്രോച്ച് ചെയ്യേണ്ടതുണ്ട്. സോ എന്താണ് പ്രധാനപ്പെട്ട ഡിജിറ്റൽ മാർക്കറ്റിങ്ങിന്റെ അതിൽ ഏറ്റവും മികച്ച പ്രാധാന്യങ്ങൾ അല്ലെ ഇമ്പോർട്ടൻസ് എന്താണ്? ഡിജിറ്റൽ മാർക്കറ്റിങ്ങിന്റെ ഇമ്പോർട്ടൻസ് എന്താണ് എന്ന് നോക്കും. വളരെ ഏറ്റവും ആദ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഡിജിറ്റൽ മാർക്കറ്റിങ്ങിന്റെ ഒരു പ്രാധാന്യം എന്ന് പറയുന്നത് വലിയ ഒരു റേഞ്ചിലേക്ക്, ഒരു വൈഡർ റേഞ്ചിലേക്ക് നമുക്ക് എത്താൻ വേണ്ടി കഴിയുന്നു. അതല്ലെങ്കിൽ ഒരു ഗ്ലോബൽ പ്രസൻസ് നമ്മുടെ ബ്രാൻഡിന് സൃഷ്ടിക്കാൻ വേണ്ടി കഴിയുന്നു എന്നുള്ളതാണ്. ഒരു ട്രഡീഷണൽ മീഡിയ, അത് TV ആവട്ടെ, ന്യൂസ് പേപ്പർ ആവട്ടെ, ഒരു ബിൽ ബോർഡ് ആവട്ടെ, അതിൻ്റെ റീച്ച് ചെയ്യാൻ കഴിയാവുന്ന ഒരു പരിധി എന്ന് പറയുന്നത് ലിമിറ്റഡാണ്. പക്ഷെ ഇന്റർനെറ്റിന്റെ സാധ്യതയുള്ളിടത്തോളം കാലം ഇന്റർനെറ്റുള്ള ഏത് സ്ഥലത്തേക്കും, ഇന്റർനെറ്റ് അവൈലബിൾ ആയ ഈ ലോകത്തിന്റെ ഏത് കോണിലേക്കും നിങ്ങൾക്ക് നിങ്ങളുടെ ബ്രാൻഡിനെ എത്തിക്കാൻ വേണ്ടി കഴിയുന്നു എന്നുള്ളതാണ് ഡിജിറ്റൽ മാർക്കറ്റിങ്ങിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രാധാന്യം. സോ വൈഡർ ആയിട്ടുള്ള, വളരെ ഗ്ലോബൽ ആയിട്ടുള്ള ഒരു റീച്ച്, ഒരു പ്രസൻസ് നിങ്ങളുടെ ബ്രാൻഡിന് ഡിജിറ്റൽ മാർക്കറ്റിങ്ങിലൂടെ സാധ്യമാകുന്നു. രണ്ടാമത്തെ കാര്യം എന്താ? കോസ്റ്റ് എഫക്റ്റീവ് ആണ് എന്നുള്ളതാണ്. വളരെ കോസ്റ്റ് എഫക്റ്റീവായിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ മാർക്കറ്റിംഗ് ക്യാമ്പയിൻ നടത്താൻ വേണ്ടി കഴിയും, അല്ലെങ്കിൽ മാർക്കറ്റിംഗ് ക്യാമ്പയിൻ ഇംപ്ലിമെന്റ് ചെയ്യാൻ കഴിയും. കമ്പാരിറ്റീവ്ലി കേരളത്തിലെ മുഴുവൻ ആളുകളെയും ഒരു കാണിക്കാൻ കഴിയാവുന്ന രൂപത്തിൽ ഒരു TV അഡ്വർടൈസ്മെന്റ് അല്ലെങ്കിൽ ഒരു ന്യൂസ് പേപ്പർ അഡ്വർടൈസ്മെന്റ് കൊടുക്കണമെങ്കിൽ അതിന് വരുന്ന കോസ്റ്റിന്റെ എത്രയോ ചെറിയൊരു അംശം കോസ്റ്റുമുണ്ട് കേരളത്തിലെ ഇത്രയും ആളുകളിലെ എല്ലാ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവരിലേക്കും നിങ്ങൾക്ക് നിങ്ങളുടെ സോഷ്യൽ മീഡിയ അഡ്വർടൈസ്മെന്റിലൂടെ നിങ്ങളുടെ ബ്രാൻഡിനെ എത്തിക്കാൻ വേണ്ടി കഴിയും. അതാണ് കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ടുള്ളത്. മൂന്നാമത്തെ കാര്യം എന്താ? മൂന്നാമത്തെ കാര്യം ടാർഗറ്റഡ് ആയിട്ടുള്ള മാർക്കറ്റിംഗ് അഥവാ പേഴ്സണലൈസ്ഡ് മാർക്കറ്റിംഗ് സാധ്യമാക്കുന്നു എന്നുള്ളത്. പേഴ്സണലൈസ്ഡ് ആയിട്ടാണ്, അതായത് ഓരോ സെഗ്മെന്റിനെയും നമുക്ക് ഏത് ഡെമോഗ്രഫി ബേസിൽ, സെക്സ്, ഏജ്, റീജിയൻ,
ലാംഗ്വേജ്, അങ്ങനെ ഡെമോഗ്രാഫിക്കൽ ഫീച്ചേഴ്സിന് അടിസ്ഥാനത്തിൽ കൃത്യമായി ഒരു ഓഡിയൻസിനെ ടാർഗറ്റ് ചെയ്ത്, ഒരു വിഭാഗം ഓഡിയൻസിനെ മാത്രമായിട്ട് വേണമെങ്കിൽ നമുക്ക് ടാർഗറ്റ് ചെയ്യാം. ഒരു ടി വി അഡ്വർടൈസ്മെന്റ് ചെയ്യുമ്പോൾ നമുക്കത് പുരുഷന്മാരെ മാത്രം കാണണം, അല്ലെ സ്ത്രീകൾ മാത്രം കാണണം എന്ന് കരുതി ചെയ്യാൻ വേണ്ടി കഴിയില്ല. പക്ഷെ നമ്മൾ സോഷ്യൽ മീഡിയ അഡ്വർടൈസിങ് ചെയ്യുമ്പോൾ, ഫേസ്ബുക്കിൽ മെറ്റയിൽ ഒരു ആഡ് ചെയ്യുമ്പോൾ നമുക്കത് സ്ത്രീകൾ മാത്രം കാണണം അല്ലെങ്കിൽ പുരുഷന്മാരെ മാത്രം കാണണം എന്നുള്ള നിലയ്ക്ക് ടാർഗറ്റ് ചെയ്യാൻ വേണ്ടി കഴിയും. അതുപോലെ പേഴ്സണലൈസ് ചെയ്യാൻ കഴിയും. ഇന്ന ട്രീറ്റ്സ് ഉള്ളവര്, അല്ലെങ്കിൽ ഇന്ന ബിഹേവിയർ ഉള്ളവര്, അല്ലെങ്കിൽ ഇന്ന ആവശ്യമുള്ളവർ മാത്രം കണ്ടാൽ മതി എന്ന് വേണമെങ്കിൽ നമുക്ക്, അതായത് ഒരു ഹെയർ ഓയിലിന്റെ അഡ്വർടൈസ്മെന്റ് ആണ് നമ്മൾ കൊടുക്കുന്നതെങ്കിൽ ആ ഹെയർ ഓയിൽ അഡ്വർടൈസ്മെന്റ് താല്പര്യമുള്ളവരെ, അല്ലെങ്കിൽ ഹെയർ ഓയിലിന്റെ ഒരു നീഡ് ഉള്ളവരെ മാത്രമായിട്ട് നമുക്ക് കണ്ടെത്തി അവരിലേക്ക് നെക്സ്റ്റ് ജനറേഷൻ അഡ്വർടൈസ്മെന്റ് നമുക്ക് എത്തിക്കാൻ വേണ്ടി കഴിയും. നാലാമത്തെ കാര്യം എന്ന് പറയുന്നത് മെഷറബിൾ ആണ്, ഡാറ്റ ഡ്രിവൺ അപ്രോച്ച് ആണ് എന്നുള്ളതാണ്. അതായത് ഡിജിറ്റൽ മാർക്കറ്റിംഗില് നിങ്ങൾ ചെയ്യുന്ന ഏത് ആഡ്സ് ആകട്ടെ, അത് സോഷ്യൽ മീഡിയ മാർക്കറ്റിങ്ങോ ഗൂഗിൾ ആഡ്സോ ഏതാവട്ടെ, അത് മെഷറബിൾ ആണ്, അത് ഡാറ്റ തരുന്നുണ്ട്. ആ ഡാറ്റയെ ബേസ് ചെയ്ത് നമുക്ക് മുന്നോട്ടുള്ള ആക്ഷൻ എടുക്കാൻ വേണ്ടി കഴിയും. ഇവിടെ ഒരു ടി വി അഡ്വർടൈസ്മെന്റ് കാണുമ്പോൾ അത് എത്ര പേര് കണ്ടു, അതിൽ നിന്ന് എത്ര സെയിൽ വന്നു എന്നുള്ളത് കൃത്യമായി നമുക്ക് കണക്കാക്കാൻ വേണ്ടി കഴിയില്ല. അല്ലെങ്കിൽ ഒരു ടി വി അഡ്വർടൈസ്മെന്റ് മാത്രമാണ് റൺ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഒരു ന്യൂസ് പേപ്പർ അഡ്വർടൈസ്മെന്റ് മാത്രമാണെങ്കിൽ ഫൈനലി അത് കണ്ടെത്തുക എന്ന് പറയുന്നത് വളരെ ടൈം എടുക്കുന്ന, അല്ലെങ്കിൽ ആക്യുറേറ്റ് ആയിട്ട് അതിനകത്തുനിന്ന് എത്ര സെയിൽസ് വന്നു എന്ന് നമുക്ക് കണ്ടെത്താൻ വേണ്ടി കഴിയില്ല. എന്നാൽ ഇവിടെ നമ്മളൊരു ക്യാമ്പയിൻ റൺ ചെയ്യുമ്പോൾ കൃത്യമായി അത് എത്ര പേര് കണ്ടു, അതിൽ നിന്ന് എത്ര ലീഡ് വന്നു, ആ ലീഡിൽ നിന്ന് എത്ര സെയിൽസ് വന്നു എന്ന് നമുക്ക് കാണാൻ വേണ്ടി കഴിയും. അങ്ങനെ നമുക്ക് ആ ഡാറ്റ വെച്ചിട്ട്, ആ ഡാറ്റയെ ബേസ് ചെയ്തുകൊണ്ട് നമുക്ക് നമ്മുടെ ക്യാമ്പയിൻ എങ്ങനെ റൺ ചെയ്യണം, ക്യാമ്പയിനെ എങ്ങനെ ഒപ്റ്റിമൈസ് ചെയ്യണം, എത്ര കാലത്തേക്ക് റൺ ചെയ്യണം, അതിന്റെ ബഡ്ജറ്റ് എങ്ങനെ കൂട്ടണോ കുറയ്ക്കണോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ നമുക്ക് തീരുമാനിക്കാൻ വേണ്ടി കഴിയും. അതായത് ട്രഡീഷണൽ മാർക്കറ്റിങ്ങിനെ അപേക്ഷിച്ച് ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്നത് കൃത്യമായി റിസൾട്ട് മെഷർ ചെയ്യാൻ കഴിയാവുന്ന, ഡാറ്റ ഉപയോഗിച്ച് നമുക്ക് തീരുമാനമെടുക്കാൻ കഴിയാവുന്ന ഒന്നാണ്. അഞ്ചാമത്തെ കാര്യം എന്ന് പറയുന്നത് ഹയർ എൻഗേജ്മെന്റ് ആൻഡ് ഇന്ററാക്ഷൻ എന്നുള്ളതാണ്. അതായത് കസ്റ്റമേഴ്സിന്റെ എൻഗേജ്മെന്റ് ഇവിടെ വളരെ കൂടുതലാണ്. ഒരു ടി വി അഡ്വർടൈസ്മെന്റ് അല്ലെങ്കിൽ ഒരു ന്യൂസ് പേപ്പർ അഡ്വർടൈസ്മെന്റ് റൺ ചെയ്യും, അതിനകത്തുനിന്ന് കസ്റ്റമർ ഒരു ന്യൂസ് പേപ്പറിൽ ഒരു അഡ്വർടൈസ്മെന്റ് കണ്ടിട്ട് എത്ര കസ്റ്റമർ വിളിക്കുന്നു, അതിനെ അനുസരിച്ച് നോക്കുമ്പോൾ ഫേസ്ബുക്കിലോ ഇൻസ്റ്റയിലോ കൊടുക്കുന്ന ഒരു അഡ്വർടൈസ്മെന്റിന് എത്രയോ ഇരട്ടിയാണ് കസ്റ്റമറുടെ എൻഗേജ്മെന്റ്. അതായത് സോഷ്യൽ മീഡിയയിലൂടെ കസ്റ്റമർക്ക് നമ്മളുമായി, നമ്മുടെ ബ്രാൻഡുമായി എൻഗേജ് ചെയ്യുക എന്ന് പറയുന്നത് വളരെ ഈസി ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ്. അപ്പൊ കസ്റ്റമേഴ്സിന്റെ എൻഗേജ്മെന്റ് കൂടും, കസ്റ്റമേഴ്സിന് ഇന്ററാക്ഷൻ കൂടുന്നു, ലൈക്കിലൂടെ, കമന്റിലൂടെ, ചോദ്യങ്ങളിലൂടെ. ഏറ്റവും എളുപ്പത്തിൽ നമുക്കൊരു ഫേസ്ബുക്ക് അഡ്വർടൈസ്മെന്റ് ആണെങ്കിൽ ഉടനെ ആ ഫേസ്ബുക്ക് അഡ്വർടൈസ്മെന്റിൽ ക്ലിക്ക് ചെയ്ത് ആ കസ്റ്റമറെ നമ്മുടെ വാട്സപ്പിലേക്ക് കണക്ട് ചെയ്യാൻ നമുക്ക് കഴിയുന്നു. പക്ഷെ ഒരു ന്യൂസ് പേപ്പറിലോ ടി വിയിലോ അഡ്വർടൈസ്മെന്റ് ആണെങ്കിൽ അദ്ദേഹം അല്ലെങ്കിൽ ആ കസ്റ്റമർ ആ നമ്പർ കുറിച്ചെടുത്ത് നമ്മളെ വാട്സപ്പിൽ കണക്ട് ചെയ്യണം. അപ്പൊ ആ ഇന്ററാക്ഷൻ അല്ലെങ്കിൽ എൻഗേജ്മെന്റ് എന്ന് പറയുന്നത് ഇവിടെ വളരെ സ്പീഡാണ്. ബെറ്റർ ആയിട്ടുള്ള കൺവേർഷൻ റേറ്റ്സ് ഉണ്ടാവുന്നു. ഏത് ട്രഡീഷണൽ മാർക്കറ്റിങ്ങിനെ അപേക്ഷിച്ചും ഏറ്റവും മികച്ച ബെറ്റർ ആയിട്ടുള്ള ഒരു കൺവേർഷനാണ് ഡിജിറ്റൽ മാർക്കറ്റിങ്ങിനകത്തുള്ളത്. അതായത് 50% മുകളിലും കൺവേർഷൻ എന്നുള്ളതാണ് നമ്മളുടെ എക്സ്പീരിയൻസ്. സോ ഇവിടെ തന്നെ നമ്മുടെ തന്നെ സ്റ്റുഡൻസ് നമ്മുടെ ഈ കോഴ്സ് മാത്രം ബേസ് ചെയ്ത് ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിച്ചിറങ്ങിയ ഒത്തിരി പേർക്ക് അവരുടെ ലീഡ് ജനറേറ്റ് ചെയ്യുന്ന ലീഡിൽ 50%-ലധികം ലീഡുകളെ പോലും കൃത്യമായി സെയിൽസ് ആക്കി മാറ്റാൻ വേണ്ടി കഴിയുന്നു. എന്തുകൊണ്ടാണ്? ഏറ്റവും മികച്ച രൂപത്തിൽ ആഡ് ഡിസൈൻ ചെയ്യാനും അതിനകത്തൂടെ കൃത്യമായി നമ്മുടെ കസ്റ്റമേഴ്സിനെ അറിഞ്ഞുകൊണ്ട് ആഡ് ഡെവലപ്പ് ചെയ്യാനും അവരുമായി വളരെ നല്ല രൂപത്തിൽ അവരെ ക്യാപ്ചർ ചെയ്യാൻ കഴിയാവുന്ന രൂപത്തിലുള്ള ആഡ് കോപ്പികൾ ക്രിയേറ്റ് ചെയ്യാനും, അതുപോലെ തന്നെ നല്ല രൂപത്തിൽ ആ ഒരു കൺവേർഷൻ, ഒരു സെയിൽസ് മാർക്കറ്റിംഗ് ഫണൽ സിസ്റ്റം കൃത്യമായി മനസ്സിലാക്കി ഇംപ്ലിമെന്റ് ചെയ്യാനും കഴിയുന്നത് കൊണ്ട് തന്നെ നമുക്ക് നല്ല കൺവേർഷൻ കൊടുക്കാൻ വേണ്ടി കഴിയുന്നുണ്ട്. അപ്പൊ ട്രഡീഷണൽ മാർക്കറ്റിംഗ് അപേക്ഷിച്ച് ഏറ്റവും മികച്ച കൺവേർഷനാണ് ഡിജിറ്റൽ മാർക്കറ്റിംഗിന്റെ ഒരു പ്രധാനപ്പെട്ട നേട്ടം. അടുത്തത് വളരെ മെച്ചപ്പെട്ട രൂപത്തിൽ നമ്മുടെ ബ്രാൻഡിന്റെ ഒരു ക്രെഡിബിലിറ്റി, ബ്രാൻഡിന്റെ അവയർനെസ് നമുക്ക് എൻഹാൻസ് ചെയ്യാൻ വേണ്ടി കഴിയുന്നു. അപ്പൊ ബ്രാൻഡ് അവയർനെസ് എൻഹാൻസ് ചെയ്യാനും ക്രെഡിബിലിറ്റി ഇംപ്രൂവ് ചെയ്യാനും കഴിയുന്നു എന്നുള്ളതാണ്. ഒരു സോഷ്യൽ മീഡിയ
അഡ്വർടൈസ്മെന്റ് ആവട്ടെ, ഗൂഗിൾ ആഡ് ആവട്ടെ, ഏത് ഡിജിറ്റൽ സാങ്കേതിക വിദ്യ ആയാലും വളരെ വൈഡ് ആയിട്ടുള്ള റേഞ്ചിലേക്ക്, വളരെ സ്പെസിഫിക് ആയിട്ടുള്ള കസ്റ്റമേഴ്സിലേക്ക്, ടാർഗറ്റഡ് ഓഡിയൻസിലേക്ക് വളരെ എളുപ്പത്തിൽ നമുക്ക് എത്തിച്ചേരാൻ കഴിയുന്നു എന്നുള്ളതും, ഏറ്റവും കൂടുതൽ ആളുകൾ സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ ഇന്റർനെറ്റ് ഉപയോഗിക്കുന്നവരാണ് എന്നുള്ളതും വളരെ വലിയ രൂപത്തിൽ വളരെ പെട്ടെന്ന് തന്നെ നിങ്ങളുടെ ബ്രാൻഡിനെ, അതിന്റെ ബ്രാൻഡ് അവയർനെസ് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടി ക്രെഡിബിലിറ്റി കൂട്ടാൻ ഓട്ടോമേഷനും ഇന്റഗ്രേഷനുമാണ് ഡിജിറ്റൽ മാർക്കറ്റിംഗിന്റെ മറ്റൊരു പ്രധാനപ്പെട്ട സവിശേഷത. അതായത് ട്രഡീഷണൽ മാർക്കറ്റിംഗിൽ എവിടെയും നമുക്ക് ഓട്ടോമേഷൻ ചെയ്യാൻ വേണ്ടി കഴിയില്ല. അവിടെ മാനുവൽ ഇന്റർവെൻഷൻ തന്നെ ആവശ്യമുണ്ട്. യുടെ ഉപയോഗം പോലും ട്രഡീഷണലിനകത്ത് വളരെ പരിമിതമാണ്. എന്നാൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട്, ഓട്ടോമേഷൻ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ചെയ്യാൻ കഴിയുന്നു. കോമ്പറ്റീറ്റീവ് അഡ്വാൻറ്റേജ് ഇതാണ്. ഫൈനലി എന്ത് കോമ്പറ്റീറ്റീവ് അഡ്വാൻറ്റേജ്? നമ്മളുടെ വലിയ കമ്പനികൾ, മൾട്ടിനാഷണൽ കമ്പനികൾ അല്ലെങ്കിൽ വലിയ കോർപ്പറേറ്റുകൾ, അവരെ സംബന്ധിച്ചിടത്തോളം അവരുമായിട്ടാണ് നമ്മൾ ഓരോ സ്ഥാപനവും ഓരോരുത്തരും നമ്മൾ മാർക്കറ്റ് ചെയ്യേണ്ടത്. നിങ്ങൾ ഒരു ചെറിയ ഹെയർ ഓയിൽ മാനുഫാക്ചർ ആവട്ടെ, അല്ലെങ്കിൽ ഒരു സോപ്പ് മാനുഫാക്ചർ ആവട്ടെ, അതല്ലെങ്കിൽ ചെറിയൊരു സർവീസ് ഓറിയന്റഡ് ബിസിനസ് നടത്തുന്നവരാവട്ടെ, ഒരു ചെറിയ സ്റ്റിച്ചിങ് യൂണിറ്റ് നടത്തുന്നവരാവട്ടെ, നിങ്ങൾ കോമ്പറ്റ് ചെയ്യേണ്ടത് ഈ മേഖലയിലെ വലിയ വലിയ കമ്പനികളോടാണ്. പക്ഷേ ഈ വലിയ കമ്പനികൾക്ക് ഒരുപാട് റിസോഴ്സ് ഉണ്ട്, അവർക്ക് ഒരുപാട് പണം അവരുടെ കയ്യിലുണ്ട്, അവർക്ക് വളരെ നോളജുള്ള അല്ലെങ്കിൽ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒത്തിരി സ്റ്റാഫിനെ ഹയർ ചെയ്യാനോ അവരെ ഉപയോഗിക്കാനോ കഴിയും. ഇവരുമായി നമുക്ക് കോമ്പറ്റ് ചെയ്യാൻ ട്രഡീഷണൽ മാർക്കറ്റിങ്ങിനകത്ത് നമുക്ക് സാധ്യമല്ല. ഒരു ടി വി അഡ്വർടൈസിങ് കൊടുത്തുകൊണ്ട്, ന്യൂസ് പേപ്പർ അഡ്വർടൈസിങ് കൊടുത്തുകൊണ്ട്, വലിയ വലിയ ഹോർഡിങ്ങുകൾ വെച്ചുകൊണ്ട് നമുക്ക് അവരുമായി കോമ്പറ്റ് ചെയ്യാൻ കഴിയില്ല. എന്നാൽ നമ്മുടെ കസ്റ്റമർ എവിടെയാണോ അവരിലേക്ക് ഡിജിറ്റൽ മാർക്കറ്റിങ്ങിലൂടെ നമുക്ക് എത്താൻ കഴിയുന്നു. അങ്ങനെ ഈ ബ്രാൻഡുകളുമായി കോമ്പറ്റ് ചെയ്യാൻ വേണ്ടി കഴിയുന്നു എന്നുള്ളതാണ്.